തിരുനാവായ എടക്കുളം നീറ്റിങ്ങര തോട്ടിന്റെ പാലത്തിനോട് ചേർന്ന് തോട്ടിലേക്ക് കുളിക്കാനും അലക്കാനും ഇറങ്ങുന്ന റാമ്പ് അപകടാവസ്ഥയിലാണ്. അധികാരികൾ ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ വൻ ദുരന്തം അതിവിദൂരമല്ലെന്ന് നാട്ടുകാർ. എടക്കുളം നീറ്റിങ്ങര തോട്ടിൽ നിരവധി ആളുകളാണ് ദിനേന കുളിക്കാനും അലക്കാനുമായി എത്തുന്നത്. 100-ൽ പരം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് നീറ്റിങ്ങര. ശനി ഞായർ ദിവസങ്ങളിൽ നീറ്റിങ്ങരയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി വിദ്യാർത്ഥികളും ഈ തോട്ടിൽ കുളിക്കാനെത്തുന്നു. തോട്ടിലേക്ക് കുളിക്കാൻ ഇറങ്ങുന്നതിന് വേണ്ടി നിർമ്മിച്ച റാമ്പിന്റെ ചുവടെയുള്ള കല്ലുകൾ ശക്തമായ ഒഴുക്കിൽ തകർന്നു പോയിരിക്കുകയാണ്. റാമ്പിന് വിള്ളലും സംഭവിച്ചിട്ടുണ്ട്. പാലത്തിൽ നിന്നും തോട്ടിലേക്ക് കുളിക്കാനായി ചാടുന്ന വിദ്യാർത്ഥികളും കുട്ടികളും ഈ റാമ്പിലൂടെയാണ് കയറി വരുന്നത്. ഇത് വലിയ അപകടം വിളിച്ചു വരുത്തുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം അധികൃതരോടും വാർഡ് മെമ്പറോടും പരാതി ബോധിപ്പിച്ചെങ്കിലും ഇതുവരെ പരിഹാരം കണ്ടിട്ടില്ല എന്നും വലിയൊരു ദുരന്തം സംഭവിക്കുന്നതിനു മുൻപ് ഉടൻ പരിഹാരം കാണണമെന്നും നീറ്റിങ്ങര നിവാസികളും സാമൂഹിക പ്രവർത്തകരുമായ CV ഷാജി, V കരീം, V ഹുസൈൻ, P ഫെബിൻ, നജീബ് എന്നിവർ പറഞ്ഞു. നിരവധി കുടുംബങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശമാണ് ഈ നീറ്റിങ്ങര പ്രദേശം. ഈ ഭാഗത്തുള്ള ആളുകൾ കുളിക്കാനും അതുപോലെ തന്നെ സ്ത്രീകൾ തിരുമ്പാനൊക്കെ വരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ നീറ്റിങ്ങര. ഈ തോടിൻ്റെ സമീപത്തുള്ള ഈ ഒരു റാമ്പ് സ്ഥിതി ചെയ്യുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ഇവിടെ കുളിക്കാൻ വരുന്നത്. ആ കുട്ടികളുടെ ആ ഒരു അപകടാവസ്ഥ ഈ റാമ്പിൻ്റേത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് വേണ്ടപ്പെട്ടവർക്ക് ഞങ്ങൾ ഇതിൻ്റെ പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻപ് ഞാനിത് വില്ലേജ് ഓഫീസർക്ക് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. NIPMS Academy, Nisar Hospital, Valancheri. For admission 9957 08048.